രാവിലെ സമയം 7 മണി. ഇതാണ് നമ്മൾ വർക്കിംഗ് ഡേയിലെ എഴുന്നേൽക്കുന്ന സമയം. അപ്പം ഇപ്പോൾ ദുബായിൽ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നല്ല മടിയാണ് നീക്കാനായിട്ട്. നമുക്കങ്ങനെ കിടക്കിയതങ്ങ് നീക്കാൻ തോന്നേയില്ല. പക്ഷേ എന്ത് ചെയ്യണം, നീക്കാനല്ലാതെ വേറെ വഴിയില്ലല്ലോ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവരും ഹാപ്പി അല്ലേ? കുറച്ച് കാലമായി ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്തിട്ട് ഒരു വർക്കിംഗ് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉറക്കത്തിൻ്റെ ആ ഒരു ഇതിലാണ് കേട്ടോ. ഇപ്പോൾ സമയം 7:15 ആയിട്ടുണ്ട്. എണീച്ചു. നമുക്ക് പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. എനിക്ക് 9 o'clock പോകണം, ദീപകിന് 8 o'clock പോകണം. അപ്പം ആദ്യം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി. ലഞ്ച് ഓൾറെഡി നമ്മൾ ഇന്നലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് അതിൻ്റെ പ്രിപ്പറേഷൻസ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് അധികം വൈകാതെ കാര്യത്തിലോട്ട് കിടക്കാം, കാരണം ഇപ്പം തന്നെ ടൈം ഒരുപാടായിട്ടുണ്ട്. ഓക്കെ, എനിക്ക് എന്തായാലും ഒരു 9 മണിയാകുന്നതിനായിട്ട് മുന്നേ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം. ദീപകിനെ അതിൻ്റെ മുന്നേ പറഞ്ഞയക്കും വേണം. ഓക്കെ, എൻ്റെ ഡേ മൈ ലൈഫ് കണ്ടവർക്ക് അറിയാം. ഞാൻ ആദ്യം ചെന്ന് കഴിഞ്ഞാൽ കണ്ണനൊരു ഹായ് പറയും, ഇന്നത്തെ ദിവസം ഒക്കെ വേണേന്ന് പറയും. പിന്നെ നേരെ ചെന്ന് ഗ്യാസ് ഓണാക്കുകയാണ് ചെയ്യുക. എന്നിട്ട് പിന്നെ നേരെ നമ്മൾ കിച്ചണിലോട്ട് പോവുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ അവിടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇത് ഏകദേശമൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ ദീപക്ക് നീച്ച് വരും. എന്നിട്ട് പിന്നെ മൂപ്പരാളുടെ പരിപാടി കുളി കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദോശ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ദോശ ഉണ്ടാക്കാൻ പോവാം. അത്ര വലിയ റൗണ്ടും അടിപൊളി ദോശയൊന്നുമല്ല കേട്ടോ എൻ്റെ. ചട്നി ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ജസ്റ്റ് ചൂടാക്കുക. ജസ്റ്റ് ഞാൻ കിടക്കാൻ നേരത്തെ ചട്നി ഉണ്ടാക്കും. അപ്പോൾ രാവിലെ അത്രയും നമുക്ക് ടൈം കൺസ്യൂം ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ദോശ ഉണ്ടാക്കുകയാണ്. എണീച്ചിട്ട് വെറും വയറ്റിൽ ഞാൻ ചൂടുവെള്ളം കുടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതാണത്. നമുക്ക് കുക്കിങ്ങിൻ്റെ ഇടയിൽ അതും കൂടി കഴിക്കാം. അതിൻ്റെ ശബ്ദം ഒരുചാതി ഉണ്ടാവും, കാരണം എണീറ്റ കാരണമാണ്. ഓക്കെ, അപ്പോൾ അതും കൂടി കഴിക്കാതെ. അപ്പോഴേക്കും ദീപക് കുളിച്ച് വന്നിട്ടുണ്ടാവും. കുളിച്ച് വന്ന് വിളക്ക് വയ്ക്കുകയാണ് കേട്ടോ. യൂഷ്വലി മോർണിംഗ് എല്ലാം ആദ്യം പോകേണ്ടത് ദീപകിനായതുകൊണ്ട് തന്നെ ദീപക്കാണ് ആദ്യം കുളിച്ച് വന്ന് വിളക്കൊക്കെ വയ്ക്കാറ്. ഈവനിങ് എനിക്ക് ടൈം കിട്ടാറുണ്ടെങ്കിൽ ഞാനും ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ കണ്ണനെ കാണാൻ നല്ല ഭംഗിയില്ലേ. ഇനി രാവിലെ ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊന്നും അങ്ങനെ പറ്റാറില്ല. അപ്പോൾ ദീപക് കഴിച്ചിട്ട് ദീപകിൻ്റെ കാര്യം കഴിഞ്ഞ് പോട്ടെ. എന്നിട്ട് നമുക്ക് വേഗം ചെലവിടാമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഇന്ന് ദോശയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ബ്ലാക്ക് ടീ കൂടി കഴിക്കുകയാണ്. ഇത് നമ്മളെ പുതിയ സ്നോ. ആൾ അത്ര ഉഷാറല്ല, നമ്മളെ പഴയ സ്നോയുടെ പോലെ ഒന്നല്ല. അപ്പം ഇന്നത്തെയും പോലെ ഞാനിതാ ഇവിടെ കൊണ്ടുവന്ന് വെക്കും. ജനൽ തുറന്നിടാൻ മടിയാണ്, കാരണം പൊടിയുണ്ട് പുറത്ത് നല്ലതായിട്ട് പണി നടക്കുന്നതുകൊണ്ട്. അപ്പോൾ ദീപക് ഇതാ പോവുകയാണ്. ഇന്നത്തെയും പോലെ ഒരു ബൈ എല്ലാം കൊടുത്തു. ആൾ 8 മണിയുടെ മുന്നേ പോവുകയാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മളെ പണി പെട്ടെന്ന് ചെയ്യണം, കാരണം 9 മണിക്ക് ഇനി അധികം സമയമില്ല. ദീപക് പോയി. ഇപ്പോൾ സമയം 8 മണിയാവാറായിട്ടുണ്ട്. നമുക്ക് 8:30 പോകണം. അപ്പം ഇനി അരമണിക്കൂറിന് നമുക്ക് കുളിക്കണം, ഫുഡ് കഴിക്കണം. ഈ 2 പരിപാടിയുണ്ട്. എന്നിട്ട് പുറപ്പെടണം. ഇതാണ് പരിപാടി. അപ്പോൾ 8:30 ആകുമ്പോഴത്തേനും പോകണം. 8:30 കഴിഞ്ഞാലും കുഴപ്പമില്ല. 9 മണിക്ക് അവിടെ എത്തണം. അതാണ് ഞാൻ നേരത്തെ 9 മണിക്ക് പോകണം എന്നാണ് പറഞ്ഞതെന്ന് തോന്നുന്നുണ്ട്. 9 മണിക്ക് അവിടെ എത്തണം എന്നാണ്. 9 മണിക്ക് എൻ്റെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യും. എനിക്ക് അങ്ങനെ ടൈം ഫ്രെയിം അങ്ങനെ ചേഞ്ച് ആയി വരും. ഇന്ന് 9 to 4 മണിയാണ്. ഓക്കെ, അപ്പം ഞാൻ എന്താ പറയുക, ഓഫീസിൽ പോകുന്നതൊക്കെ എടുക്കാം. അവിടെ ഉള്ളിലും അതുപോലെ ആ ഏരിയ ഒന്നും ഞാൻ എടുക്കില്ല. അവർ അങ്ങനെ ക്യാമറ അലൗഡ് അല്ല, അതുകൊണ്ട് ഞാൻ എടുക്കില്ല. ഞാൻ ഇതുപോലെ ഒരു പ്രാവശ്യം ഡേ ഇൻ മൈ ലൈഫ് എടുത്തതാണ്. അപ്പോൾ അവർ അങ്ങനെ അലൗഡ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് അങ്ങനെ ഇടാതിരിക്കേണ്ട. ഓക്കെ, നമുക്ക് നമ്മുടെ ഭാഗം മാത്രം എടുക്കാം അങ്ങനെ വിചാരിക്കുന്നു. ഓക്കെ, ഇന്ന് ഞാൻ ചിലപ്പോൾ വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുക എന്നുള്ളത് മറക്കും എന്നുള്ള എൻ്റെ പേടിയുണ്ട്. എനിവേ, എന്തായാലും നമുക്ക് വേഗം സമയമില്ല, പറഞ്ഞു നിന്നുള്ള സമയമില്ല. അപ്പോൾ വേഗം പോയിട്ട് കുളിക്കാം. ഓക്കെ, അപ്പം ഞാൻ കുളിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം റെഡി ആവണം, ഫുഡ് കഴിക്കണം, ഇത്രയും പരിപാടി ചെയ്യണം. 8:30 ആവാറായിട്ടുണ്ട്. ഓക്കെ, പിന്നീട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ. ഒക്കെ പെട്ടെന്ന് ചെയ്യുകയാണ്. അതുപോലെ നമ്മൾ എണീച്ചപ്പോൾ ബെഡൊന്നും ശരിയാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ ചെയ്യാൻ ഞാൻ ഈ നേരത്തെ തന്നെ കേട്ടോ കുളി കഴിഞ്ഞ് വന്ന് പുറപ്പെടുന്നതിനാട്ടി തൊട്ട് മുന്നേ ഇതെല്ലാം ക്ലീനാക്കിയിടും. എന്നിട്ട് പിന്നെ റെഡി ആവാൻ നോക്കുകയാണ് ചെയ്യാറ്. നമ്മൾ ജോലിയൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, എല്ലാം ഒക്കെ ഒന്ന് ചെയ്യാനായിട്ട് നമ്മൾ ഓക്കെ ആവും. ആദ്യമൊക്കെ ഒന്ന് ഒരു ഇതുണ്ടാവും, പക്ഷേ പിന്നീട് നമ്മൾ അതിനോട് യോജിക്കും. പിന്നെ ടൈമിന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ആ ഒരു ഫാസ്റ്റിൽ നമുക്ക്
സെറ്റായി വരും. അപ്പം എൻ്റെ ടൈമിംഗ് ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചേഞ്ച് ആയി വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ റെഡി ആയിട്ടുണ്ട്, നമുക്ക് വേഗം പോകാം. 8:40 ആയിട്ടുണ്ട്, ടാക്സിക്ക് വേണം പോകാൻ. അപ്പോൾ ടാക്സി കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ ലേറ്റ് ആവും, അപ്പോൾ വേഗം ഇറങ്ങാം. ഓക്കെ, പെട്ടെന്ന് കിട്ടിയാൽ മതി. ലൈറ്റ് ഓഫാക്കി നമ്മൾ പോകുമ്പോൾ ഗ്യാസ് ഓഫാക്കും. ഓക്കെ, കണ്ണനോട് ടാറ്റ പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈവനിങ് കാണാം കേട്ടോ. ഇന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, പക്ഷേ കുഴപ്പമില്ല. ഇവിടെ നിന്ന് ആകെ ഒരു 5 മിനിറ്റിൻ്റെ ദൂരമേ ഉള്ളൂ. ശരിക്കും നടന്നു പോകാൻ എനിക്ക് പറ്റും, പക്ഷേ വെയിലും അങ്ങനെയൊക്കെ ഉള്ള കാരണം കുറച്ച് ടൈം എടുക്കും. എന്നാൽ ഒരു 1.5 കിലോമീറ്റർ ഉണ്ടേനും, അപ്പം നടക്കാൻ ചിലപ്പോൾ മടിയാവും. ഞാനിതുവരെ നടന്ന് പോയിട്ടില്ല, ഒരു ദിവസം പോയി നോക്കണം. ഇതാണ് ഞാൻ ദീപകിൻ്റെ ബർത്ത്ഡേക്ക് ഒക്കെ മേടിച്ച ഒരു നമ്മുടെ ഷോപ്പ് കേട്ടോ. അത് നമ്മൾ ആ ഒരു ഏരിയയിൽ തന്നെ വരുന്നതുകൊണ്ട് നല്ല രസമായിരുന്നു സംഭവം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇടയ്ക്ക് ഇനി മേടിക്കണം. അപ്പോൾ അത് ടാക്സി നമുക്ക് കിട്ടി. ഈ ടാക്സിയുടെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല, ചിലപ്പോൾ നമുക്ക് ടൈമിങ്ങിന് കിട്ടില്ല. അപ്പോൾ ഞാൻ ടാക്സിക്കാണെങ്കിൽ കുറച്ച് നേരത്തെ ഇറങ്ങി നിൽക്കും, കാരണം എനിക്ക് ടൈമിങ്ങിന് എത്തിയില്ലെങ്കിൽ ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ ആ ടെൻഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരത്തെ എത്തിയാലും കുഴപ്പമില്ല എന്നുള്ളൊരു ആളാണ് ഞാൻ. അപ്പോൾ ഇന്ന് കുഴപ്പമില്ലാതെ ടാക്സി കിട്ടി, നല്ല വെയിലൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ എത്തിയിട്ടുണ്ട്. ഇനി നിങ്ങൾ കാണുന്നത് തന്നെ വർക്ക് കഴിഞ്ഞിട്ടാവും, കാരണം അൺഫോർച്ചുനേറ്റ്ലി അവിടെ ക്യാമറ അലൗഡ് അല്ല. ഫോണൊക്കെ അലൗഡാണ്, പക്ഷെ നമുക്ക് ഒന്നും അങ്ങനെ എടുക്കാനൊന്നും സമ്മതിക്കില്ല. സമയം ഇതാ 4 മണിയായി, നമ്മളെ വർക്കെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ വീട്ടിൽ പോകണം. അപ്പോൾ സാധാരണ ചില സമയത്ത് ദീപക് എന്നെ പിക്ക് ചെയ്യാൻ വരാറുണ്ട്, കൊണ്ടാക്കി തരാറുണ്ട്, പക്ഷേ ഇന്ന് പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് പോകുമ്പോഴും ടാക്സിക്ക് തന്നെ പോകണം. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ടാക്സി കിട്ടി. പോരുന്ന സമയത്ത് ടാക്സി എപ്പോൾ കിട്ടിയാലും നമുക്ക് കുഴപ്പമില്ലല്ലോ, എന്തായാലും വേഗം കിട്ടും, അതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവിടെ നാട്ടിലെ പോലെ നമുക്കങ്ങനെ, എനിക്ക് കേട്ടോ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എനിക്കങ്ങനെ പേടിയൊന്നുമില്ല. ഇനിയിപ്പോൾ ഫുൾ ക്യാമറ സെക്യൂരിറ്റിയാണ് എല്ലായിടത്തും. അപ്പോൾ നമുക്കങ്ങനെ, എനിക്ക് ഇതുവരെ ഒരു ബാഡായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഇതുവരെ ഉണ്ടായിട്ടില്ല, അതൊന്നുമില്ല. അപ്പം ഓക്കെയാണ്, അപ്പം അങ്ങനെ പേടിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇനി നേരെ നമുക്ക് അൽമയെ പോകണം, കുറച്ച് പഴം മേടിക്കണം, പഴംപൊരി ഉണ്ടാക്കണമെന്ന് ഞാൻ ഓൾറെഡി വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല പഴുത്ത പഴം നോക്കി എടുക്കുകയാണ്. അപ്പോൾ അൽമയിൽ പോയി കഴിഞ്ഞാൽ ഞാൻ മേടിക്കാൻ വിചാരിച്ച സാധനം മാത്രമല്ല മേടിക്കാറ്, കണ്ടില്ലേ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മേടിക്കും. എപ്പോഴൊന്നുമില്ല കേട്ടോ, ചില സമയത്ത് മാത്രമല്ലേ പോകാറുള്ളൂ. അപ്പം ഇവിടെ വന്നിട്ട് ഞാൻ കംപ്ലീറ്റ്ലി ബേക്കറി കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് നോക്കിയാൽ നിങ്ങൾ, വാലൻറ്റൈൻസ് ഡേയുടെ ഡെക്കറേഷനാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ വന്നിട്ട് എന്താ പറയുക, ഞാൻ കുറേ നാട്ടിലാവുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബേക്കറി സ്വീറ്റ്സ് എല്ലാം കഴിക്കുമായിരുന്നു, കാരണം അച്ഛനെ പുറത്ത് പോയി വരുമ്പോഴൊക്കെ കൊണ്ടുവരുന്നു. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് കുറച്ചു. യെസ് ഗായ്സ്, അപ്പം നമ്മൾ എത്തിയിട്ടുണ്ട്. ഇന്നത്തെ ദിവസം അങ്ങനെ വർക്കിംഗ് ടൈം കഴിഞ്ഞു. ഇപ്പോൾ ഒരു സമയം 4:30 ആയി. ഒന്നുമില്ല, സാധനമൊക്കെ മേടിക്കാൻ നമ്മൾ ലേറ്റ് ആയത്, അല്ലെങ്കിൽ ഞാൻ 4 വന്നാൽ ഒരു 4:10 ഒക്കെ ആകുമ്പോൾ ഞാൻ എത്തും, ട്രാഫിക് കുറവാണെങ്കിൽ. അപ്പം ഇനി നമുക്ക്, ഞാൻ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി പഴം മേടിക്കാൻ പോയതാണ്. കുറച്ച് പഴുത്ത പഴം തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ദീപക് വരുമ്പം പഴംപൊരി ഉണ്ടാക്കാം. പിന്നെ എനിക്ക് നല്ല വിശക്കുന്നുണ്ട്, അപ്പം ഞാൻ ഇപ്പോൾ കുറച്ച് ചോറ് കഴിക്കാമെന്ന് ചോദിച്ച സമയം എത്രയില്ലായിരുന്നു. അപ്പം ചോറ് കഴിക്കണം, ഫ്രഷ് ആവണം. അപ്പോൾ ആദ്യം പോയിട്ട് നമുക്ക് ഫ്രഷ് ആവാം, എന്നിട്ടെന്തെങ്കിലും കഴിക്കാം. ഓക്കെ, സോറി, എന്തായാലും എനിക്ക് അവിടുത്തെ ഒന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല. ഒരു വർക്കിംഗ് ലൈഫ് ആകുമ്പം അവിടുത്തെ എല്ലാം കാണിക്കണം, ഓഫീസിലെല്ലാം കാണിക്കണം എന്ന് അറിയാം. പക്ഷേ എന്താ പറയുക, നമുക്കങ്ങനെ അലൗഡല്ല. ഹോസ്പിറ്റലായതുകൊണ്ട് തന്നെ പേഷ്യൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അപ്പോൾ അത് ഭയങ്കര കംപ്ലയിൻ്റ് ആയിട്ട് മാറും. അപ്പോൾ എനിക്ക് പേടിയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. പിന്നെ അവർ എടുക്കാൻ അലൗഡും അല്ല. ഓക്കെ, അപ്പോൾ സോറി. അപ്പോൾ നമുക്ക് നമ്മളെ പേഴ്സണൽ ലൈഫ് അങ്ങനെ കാണാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഫ്രഷ് ആയിട്ട് വരാം. ടയർഡാണ്, എന്തെങ്കിലും കഴിച്ചാലേ എനർജി വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ നേരത്തൊക്കെ വരികയാണെങ്കിൽ ഞാനത് ടി വി ഒക്കെ ഇട്ട് അതിരുന്ന് കണ്ട് ഫുഡ് കഴിക്കും. അതാണ് എൻ്റെ മെയിൻ പരിപാടി. കുറച്ച് നേരം അതിരുന്ന് കാണും കേട്ടോ. അപ്പോൾ ഈ മൂവി നിങ്ങൾക്ക് ഏതാவது മനസ്സിലായോ? ഞാൻ എന്തായാലും പറയണില്ല, അറിയുന്നവർ കമൻറ്റ് ചെയ്യണം. എനിക്ക് ഇങ്ങനത്തെ ഈ ഒരു കാലഘട്ടത്തെ കുറച്ച് മൂവികളെല്ലാം എനിക്ക് നല്ല ഇഷ്ടം. ദീപകിന് വല്ലാതെ ഇഷ്ടമല്ല, അതുകൊണ്ട് ദീപക് ഉള്ളപ്പോൾ എനിക്ക് ഇതൊന്നും കാണാൻ പറ്റില്ല. ഞാൻ ചിലപ്പോൾ പറയും കാണ് നല്ല രസമാണെന്ന് പറഞ്ഞിട്ട് ഇതൊന്ന് കണ്ടിട്ടൊക്കെ ഉണ്ട്, പക്ഷെ കൂടുതൽ എനിക്ക് പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഞാൻ കൂടുതലും ഇങ്ങനത്തെ പഴയ മൂവിയൊക്കെ ഇട്ടിട്ട് കാണും. കൂടുതലും നമ്മളെ ജയറാമിൻ്റെ മൂവി, അതുപോലെ മോഹൻലാൽ, അങ്ങനെ കുറേ ആ ഒരു കാലഘട്ടത്തെ കുറച്ച് മൂവികളൊക്കെ അല്ലേ, അതൊക്കെ ഇരുന്ന് ഇങ്ങനെ കാണും. അപ്പോൾ നമ്മളെ നാടും, കാരണം ആ ഒരു സമയത്ത് നാട്ടുപ്രദേശങ്ങൾ, അതായത് സത്യൻ അന്തിക്കാട്, അവരൊക്കെ മൂവിയിൽ പൊന്മുട്ടിയുടെ താറയിലൊക്കെ നല്ല നാടൻ പ്രദേശങ്ങളല്ലേ കാണിക്കുന്നത്. അപ്പോൾ അത് കാണാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. പ്രത്യേകിച്ചും നമ്മളിങ്ങനെ പുറം രാജ്യത്തൊക്കെ ആണെങ്കിൽ നമുക്കത്
നമുക്കൊരു ഒരു പീസ്ഫുൾനെസ് അല്ലേ. അപ്പോൾ ഇഷ്ടമുള്ളവർ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അതൊക്കെ ചിലവർക്കൊന്നും ഓൾഡ് മൂവിനോട് അത്ര താല്പര്യമൊന്നുമില്ല. താല്പര്യമുള്ളവർക്ക് അറിയാം അതിൻ്റെ ആ ഒരു സുഖം അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ നിങ്ങളിഷ്ടപ്പെട്ട ഓൾഡ് മൂവി ഏതാണെന്നുള്ളത്. യെസ് ഗായ്സ്, അപ്പം ഭക്ഷണമൊക്കെ കഴിച്ചു. ഇപ്പം ദീപം കാണിക്കാനായിട്ടുണ്ട് 6 മണി. ഞാൻ പറഞ്ഞങ്ങനെ ഇന്ന് പോയി ടി വി ഒക്കെ കണ്ടിട്ട്. എന്താ പറയുക, ഇതാ നല്ല തണുപ്പുണ്ട് കേട്ടോ. നല്ല തണുപ്പുണ്ട്, നിങ്ങൾക്ക് അറിയാം, നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഉള്ളിൽ ഏസിട്ട പോലെ ഉണ്ട്. അപ്പം എനിക്ക് ദീപം കാണിക്കണം. എന്നിട്ട് മെല്ലെ പഴംപൊരി ഉണ്ടാക്കാനൊക്കെ ഞാൻ അങ്ങനെ ഇരുത്തത്തിൽ ഞാനങ്ങനെ വിട്ടുപോയി. ഇനി പഴംപൊരി ഉണ്ടാക്കണം. ദീപം വരാൻ ഇനിയും ഉണ്ട് ഒരു 1.25 മണിക്കൂർ. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് കുക്കിങ്ങിലോട്ട് കിടക്കുന്നതായിട്ട് മുന്നേ ഞാൻ പഴംപൊരി ഉണ്ടാക്കിയിട്ട് കുക്കിങ്ങിലോട്ട് കിടക്കാം എന്നാണ് വിചാരിക്കുന്നത്. കറിയൊക്കെ ബാക്കിയുണ്ട്, അപ്പോൾ ഒരു ഉപ്പേരി ഉണ്ടാക്കിയാൽ മതി. പിന്നെ ചോറുണ്ടാക്കണം. അതിന് മുന്നേ നമുക്ക് ദീപം വയ്ക്കാം. തണുപ്പ് കാരണമാണ് എൻ്റെ സംസാരം ഇങ്ങനെ ഇതായി പോകുന്നത് കേട്ടോ. പെട്ടെന്ന് തണുപ്പ് കൂടി. ഞാൻ വരുന്ന സമയത്തൊന്നും അത്ര തണുപ്പുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തണുപ്പ് കൂടി. എന്തോ അറിയില്ല, ഈവനിങ് ആയതുകൊണ്ടായിരിക്കാം, അതായത് രാത്രി ആവാറായില്ലേ, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെ കുളിരുണ്ട്. പിന്നെ അപ്പോൾ എന്തായാലും നമുക്ക് വിളക്ക് വയ്ക്കാം. ഞാൻ പറഞ്ഞിരുന്നല്ലോ ഈവനിങ് എനിക്ക് ടൈം കിട്ടുകയാണെങ്കിൽ ഞാനാണ് കൂടുതൽ വെക്കാറ് എന്നുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് അങ്ങനെ കിട്ടിയൊരു സമയമാണ്. അപ്പം ഞാൻ വിളക്ക് വയ്ക്കാൻ നോക്കുകയാണ്. അപ്പോൾ രാവിലെ ഇങ്ങനെ ഇതിവിടെ തുടയ്ക്കാനും അങ്ങനെയുള്ള ടൈമൊന്നും ഉണ്ടാവില്ല. ദീപക്ക് പെട്ടെന്ന് കാണിക്കുകയല്ലേ ചെയ്യുക. അപ്പം ഞാൻ ഈവനിങ് ഞാൻ കാണിക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ ടൈം ഉണ്ടാവും. അപ്പം ഞാൻ അവിടേക്ക് ഒന്ന് ക്ലീൻ ആക്കിയിട്ടാണ് ഞാൻ ദീപം വയ്ക്കാറ്. ഇനി ദീപം വെച്ച് ലൈറ്റൊക്കെ ഇട്ട് ഒരു ഭക്തിഗാനമൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു രസമുള്ളൊരു വൈബായിരിക്കും കേട്ടോ. നമുക്ക് നല്ലൊരു പീസ്ഫുൾനെസ് കിട്ടും. അപ്പോൾ അതാ നമ്മൾ വിളക്കൊക്കെ വെച്ചു. ജനൽ തുറന്നിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ സൗണ്ട് കേൾക്കും. ഇനി കുറച്ച് ഭക്തിഗാനമൊക്കെ വെച്ച് ഞാനിങ്ങനെ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ എന്താ പറയുക, ജനൽ കുറച്ച് നേരം തുറന്നിടും. നല്ല തണുപ്പ് വരുന്നുണ്ട്, എന്നാലും കുറച്ച് നേരം തുറന്നിടും. കാരണം നമ്മളിങ്ങനെ അടച്ചിട്ട് പോയതല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടി തുറന്നിടും. ഓക്കെ, അപ്പോൾ അതാ നമ്മുടെ പഴംപൊരി ഇതാ എണ്ണയിൽ കിടന്ന് ഇങ്ങനെ ആവുന്നുണ്ട്. നാട്ടിലുള്ളപ്പോൾ ഞാൻ അങ്ങനത്തെ പരിപാടികളേ ചെയ്യണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടെ വന്നപ്പോൾ അതൊക്കെ സെറ്റായി. ഇതൊക്കെ ചെയ്യാൻ എനിക്കിപ്പോൾ ഇഷ്ടമാണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനൊക്കെ ആയിട്ട്. പക്ഷേ ടൈമിൻ്റെ പരിമിതി കാരണം ഉണ്ടാക്കാൻ പറ്റാറില്ല എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഉപ്പേരി എന്ന ബീൻസും ക്യാരറ്റും ആണ്, അപ്പോൾ അതും കൂടി ഉണ്ടാക്കി. യെസ് ഗൈസ്, അപ്പം കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു. പഴംപൊരി ഉണ്ടാക്കി. ദീപക് വന്നു, പഴംപൊരി കഴിച്ചു. ഇത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കിൻഡർ ജോയ് ഞാൻ അൽമയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്തെങ്കിലും പറയൂ, എങ്ങനെ ഉണ്ടായിരുന്നു ഡേ? നോട്ട് ബാഡ്. ഓക്കെ, വീട്ടു കുഴപ്പമില്ല. ഇനി എന്താ നമ്മളെ പരിപാടി? ഫുഡ് കഴിക്കണം, കിടന്നുറങ്ങണം. എന്തെങ്കിലും ഫിലിം കണ്ട? സ്ക്വിഡ് ഗെയിം കാണാമെന്ന് വിചാരിച്ചാണ്, പക്ഷേ സ്ക്വിഡ് ഗെയിം സീസൺ 2 കേട്ടോ. ഒന്ന് കാണാനൊരു മൂഡില്ല അല്ലേ. നമുക്ക് മലയാളം ഏതെങ്കിലും മൂവി കാണാനാണ് മൂഡ്. ഏതെങ്കിലും ഓൾഡ് വെക്കാം. ഓക്കെ ഓക്കെ. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ നമ്മൾ വർത്താനെല്ലാം പറഞ്ഞിരുന്ന് കുറേ ടൈമായി കേട്ടോ. നമ്മൾ അറിഞ്ഞില്ല. പിന്നെ വീഡിയോ എടുക്കേണ്ട കാര്യമെല്ലാം മറന്നു. പിന്നെ ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ ഫുഡ് കഴിച്ചു, ഒരു മൂവി ചെറുതായിട്ട് കണ്ടു. ഫുള്ളൊന്നും കണ്ടില്ല, കുറച്ച് കണ്ട് അങ്ങനെ കിടന്നുറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു വർക്കിംഗ് ഡേ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ ഏകദേശമൊക്കെ നമ്മളെ ഒരു ലൈഫിൽ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവാറുള്ളത്. നമ്മൾ എന്താ പറയുക, അത്ര ഡിഫറെൻ്റ് ആയിട്ടൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ ഉണ്ടാവുകയാണെങ്കിൽ ചില ദിവസങ്ങളിൽ മാത്രം അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നേക്കും വരെ ബൈ ബൈ.